പ്രധാനപ്പെട്ട 3 ഒരുക്കങ്ങൾ. ഒന്നാമത്തെ ഒരുക്കം പ്രഭാഷകൻ 2:1. ഈ പ്രഭാഷകൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ധരിക്കും നമ്മുടെ ബൈബിളിൽ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ എടുക്കുന്ന ബൈബിളിലില്ല. നമ്മുടെ സഭ അംഗീകരിച്ചിരിക്കുന്ന 72 പുസ്തകങ്ങളാണ്. അതിൽ അപ്പോക്രിഫൽ ഗ്രന്ഥമെന്ന 6 പുസ്തകങ്ങളുണ്ട്. തോബിത്തിന്റെ പുസ്തകം, യൂദിത്തിന്റെ പുസ്തകം, മക്കാബിയറിന്റെ പുസ്തകം, ജ്ഞാനപുസ്തകം, അതുകൂടാതെ പ്രഭാഷകൻ. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പ്രഭാഷകന്റെ പുസ്തകം ഒന്ന് വായിക്കണം. കത്തോലിക്ക സഭയിൽ ഹോശാന ബൈബിൾ എന്ന് പറഞ്ഞ ബൈബിളിൽ ഇത് പ്രഭാഷകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പ്രഭാഷകൻ നമ്മളും എടുത്ത് വായിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയുള്ള ദിവസം വേദവായന കുറിപ്പിൽ നിന്ന് ശുശ്രൂഷക്കാരെടുത്ത് ഈ പ്രഭാഷകന്റെ പുസ്തകം വായിക്കാറുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആത്മീയ ചിന്ത നൽകിയ ഒരു പുസ്തകമാണ് പ്രഭാഷകന്റെ പുസ്തകം. അതുകൊണ്ട് വാക്യം ഇതാണ്: മകനെ, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങണം. പ്രഭാഷകൻ 2:1. നിങ്ങൾ വേണമെങ്കിൽ ഷോർട്ട് ഫോമിൽ എഴുതിക്കൂ. ഒന്നാമത്തെ ഒരുക്കം പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങുക. പ്രഭാഷകൻ 2:1. ഒന്നുകൂടെ ഞാൻ പറയാം. 2015 പ്രവേശിക്കുന്ന ആത്മീയ മക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ, സൂക്ഷിക്കാൻ എടുക്കേണ്ട 3 ഒരുക്കങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരുക്കമാണ് പ്രഭാഷകൻ 2:1. പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങുക. വാക്യം വേണമെങ്കിൽ വിശദമായി എഴുതി വെച്ചോ. മകനെ, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങുക. ഇനി എന്താണ് ഈ പ്രലോഭനം? എന്താണ് ദൈവ ശുശ്രൂഷ? ഈ പ്രലോഭനം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ 3 കാര്യങ്ങളാണ് പെട്ടെന്ന് വരുന്നത്. എന്തൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് 3 നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രലോഭനം എന്ന വാക്കിന് ഒറ്റ വാക്കിൽ ഒരു ആൻസർ ഉണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തും അത് പ്രലോഭനമാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ, എന്നിൽ അശുദ്ധനും ചെലയില്ലാത്തോനും ചേർന്നു വരികയില്ല. 2015 പ്രവേശിക്കുന്ന ആത്മീയ മക്കൾ ആദ്യം എടുക്കേണ്ട തീരുമാനമാണ് പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തും പ്രലോഭനമാണ്. അത് ഈ വർഷം ഇന്ന് വൈകിട്ട് എല്ലാവരും ധ്യാനത്തിന് പള്ളിയിൽ പോയിരുന്ന് കുർബാന കൊണ്ടിട്ട് എടുക്കണം. ദൈവമേ, ഇനിയെങ്കിലും എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ ഞാൻ പോകാനിടയാകരുത്. അതിന് 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ഇന്ന് രാത്രിയിൽ നമ്മൾ 3 ചോദ്യം ചോദിച്ചിട്ടേ നമ്മുടെ ജീവിതം പുതിയ വർഷത്തിലേക്ക് തുടങ്ങാവൂ. 1, ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ. ദൈവമേ, ഞാൻ ഇനി മുതൽ പോകുന്ന എൻ്റെ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ. 2, വെദർ ഇറ്റ് ഈസ് ലൂസ് മൈ ലൈഫ് ഇൻ സ്പിരിറ്റ്. ഈ വഴിയിലൂടെ പോകുമ്പോൾ ദൈവീകമായത് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഒന്നുകൂടെ ഞാൻ പറയാം, 3 ചോദ്യങ്ങൾ. 1, ഈ വഴി എൻ്റെ ദൈവത്തിന് ഇനി മുതൽ ഇഷ്ടമാകുമോ? 2, ഈ വഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ ആത്മീയത നഷ്ടപ്പെടുമോ? 3, ഈ വഴിയുടെ അവസാനം എന്താണ്? പറഞ്ഞ ഒന്നുകൂടെ ഞാൻ പറയാം. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, വെദർ ഇറ്റ് ഈസ് ലൂസ് മൈ ലൈഫ് ഇൻ സ്പിരിറ്റ്, വാട്ട് ഈസ് ഇറ്റ് എൻഡ്? ഇതിന്റെ അവസാനം എന്താണ്? ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ജനുവരി മാസം ഓരോ ദിവസവും നമ്മൾ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാവൂ. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന ആത്മഹത്യ 9,000-ആണ്. മനസ്സിലായോ? അതിൽ 27% ആൾക്കാർ ക്രൈസ്തവരാണ്, 40% ആൾക്കാർ പഠിത്തമുള്ളവരാണ്, 80% ആൾക്കാർ കുടുംബസ്ഥരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ ക്രൈസ്തവരെന്താ ആത്മഹത്യ ചെയ്യുന്നത്? വൈദികരില്ല ഞാനോ, കുർബാന ഇല്ല ഞാനോ, പ്രസംഗമില്ല ഞാനോ? നമ്മൾ പ്രസംഗം കേൾക്കും, ധ്യാന ക്ലാസ് കേൾക്കും, കുർബാന കൊള്ളും. പക്ഷെ നമുക്കറിയില്ല എൻ്റെ ഉടയ തമ്പുരാൻ എന്നെ നടത്തുന്ന വഴിയിലൂടെ നടക്കുവാൻ. ഇപ്പം നമ്മളെല്ലാ പെരുന്നാളിനും ന്യൂ ഇയറിനൊക്കെ തന്നെ കുർബാന കൊള്ളും, അല്ലേ? കുർബാന കൊണ്ടിട്ട് ഒരു തീരുമാനമെടുക്കണം. എന്താ? ഇനി അരുത്. 1-ാം സങ്കീർത്തനം തന്നെ തുടങ്ങുന്ന എന്താ? നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്, ഇനി മേലാൽ ദുഷ്ടന്റെ വഴിയിൽ പോകരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്.
പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അങ്ങനെയുള്ളൊരു നല്ല തീരുമാനം. പക്ഷേ ഞാൻ പറയുന്നത് പലരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന പലരും എന്തിനാ വന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് കിട്ടാനാ. പ്രിയമുള്ളവരെ, ആത്മീയത എന്ന് പറയുന്നത് കിട്ടാനുള്ളതല്ല. ആത്മീയത എന്ന് പറയുന്നത് നഷ്ടപ്പെടാനുള്ളതാ. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ളതാണ് ആത്മീയത. ടു സെർവ് ഇറ്റ്, ടു സെർവ് ഇറ്റ്, ടു സെർവ് ഇറ്റ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. പക്ഷെ ഇന്ന് ധാരാളം പേർ പള്ളിയിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൂടുതൽ കിട്ടാനാ. അതാണ് നമ്മുടെ പരാജയം, അതാണ് നമ്മുടെ പ്രലോഭനം. അതുകൊണ്ട് ഓർക്കുക, ജഡമോഹത്താലുള്ള പ്രലോഭനത്തിൽ വീഴരുത്, കൺമോഹത്തിലുള്ള പ്രലോഭനത്തിൽ വീഴരുത്. ജീവനത്തിന്റെ പ്രതാപങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുമ്പോഴാണ് ആത്മഹത്യ വരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം എടുത്ത് ഒരുക്കം തന്നെ വളരെ സ്പഷ്ടമായി പഠിക്കണം. മകനെ, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം. ഇനി എന്താ ദൈവ ശുശ്രൂഷ? ദൈവ ശുശ്രൂഷ എന്ന് കേട്ടാൽ നമ്മളെല്ലാം ധരിക്കുന്നത് തിരുമേനിമാർക്കും അച്ഛന്മാർക്കും സുവിശേഷ പ്രസംഗർക്കും ഉള്ളതാണ് ദൈവ ശുശ്രൂഷ. അല്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും ഓർക്കണം, നമ്മൾ ചെയ്യുന്ന എല്ലാ വേലയും ദൈവ ശുശ്രൂഷയാണ്. അധ്യാപകനാണെങ്കിലും, കളക്ടറാണെങ്കിലും, കൂലിവേലക്കാരനാണെങ്കിലും, ബിസിനസ്സുകാരനാണെങ്കിലും, എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവ ശുശ്രൂഷയാണ്. ആ ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ മനസാക്ഷിക്ക് കുറ്റമേക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത്. ഇനി വീണ്ടും പറയട്ടെ, പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ ശിംശോന് 3 കാര്യങ്ങൾ മാലാഖ പറഞ്ഞു കൊടുത്തു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഈ ചിന്തകൾ ഓർക്കണം. 1, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. 3, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തൊടരുത്, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. നമുക്കറിയാം, കേരളം ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും മദ്യമാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത്. ഇന്ന് ധാരാളം അതിനെതിരെ തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കുക, ഇത് തൊട്ടവന്റെ കുടുംബം തോണ്ടും, ഒരു സംശയം വേണ്ട. എന്നോട് ആർക്ക് പിണക്കം തോന്നിയാലും 15 വയസ്സ് മുതൽ 80 വയസ്സിനകത്തുള്ള എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഹോബി. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിൽ പലരും ധരിക്കുന്നത് ഇപ്പൊ 25 നോയമ്പ് അല്ലെങ്കിൽ 50 നോയമ്പ്, ഈ നോയമ്പ് കഴിഞ്ഞാൽ ഉടൻ അവിടം കൊണ്ട് നമ്മൾ തീർക്കുക, വീണ്ടും പഴയ വഴിക്ക്. മദ്യപാനിയിലേക്ക്, ദുർമാർഗികൾ. പ്രിയമുള്ളവരെ, അതിനാണെങ്കിൽ നോയമ്പെടുക്കരുത്. പിതാക്കന്മാർ നമ്മളോട് പറയുന്നു, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷം നീ ആരാധനയായിട്ട് മാറണം. അല്ലാതെ 25-ാം തീയതി പള്ളി വന്നിട്ട് വീണ്ടും പഴയ വഴിക്ക് പോകാനാണെങ്കിൽ ഒരിക്കലും നിന്റെ കുർബാന ഫലിക്കില്ല, ഒരിക്കലും നിന്റെ ഉപവാസം ഫലിക്കില്ല. നമ്മൾ വ്യക്തമായ ഒരു തീരുമാനം എടുക്കണം. കാര്യം എന്താണെന്നറിയാമോ? ഇനി നമുക്ക് കുർബാനയിലേക്ക് പ്രവേശിക്കാം. കാരണം പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ ഞാൻ 3 കാര്യം പറഞ്ഞു. എന്തൊക്കെയാ? 1, വീഞ്ഞും മദ്യവും കുടിക്കരുത്. 2, അശുദ്ധമായതൊന്നും തൊടരുത്. അത് നമുക്കറിയാം. ഈ ദൈവമക്കൾക്ക് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കത് വേണ്ട, നമുക്കതാകും. അശുദ്ധമായതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ധാരാളം പേരുടെ കണ്ണ് അശുദ്ധമാകുന്നത് ഈ TV-യും ആവശ്യമില്ലാത്ത സീരിയലും സിനിമകളും മൊബൈൽ ഫോണുകളും ഫേസ്ബുക്കും എല്ലാം അല്ല. ഇതെല്ലാം വേണ്ടാന്ന് ഒരു വൈദികരും പറയത്തില്ല. അത്യാവശ്യം TV കാണുന്നതിലോ മൊബൈൽ എടുക്കുന്നതിലോ ഒന്നും തെറ്റല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ആത്മീയത ഇന്ന് 90% നശിക്കാനുള്ള മെയിൻ കാരണം ആവശ്യമില്ലാതെ ഇതിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഓർക്കണം, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തൊടരുത്, തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അത് ശിംശോന് കൊടുത്ത ഒരു രഹസ്യമാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഈ മാമോദീസായിലൂടെ സഭയിലേക്ക് ചേർക്കപ്പെട്ട ദൈവമക്കളെ ഓർക്കുക, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു ആത്മീയ രഹസ്യം കാണും. അതുപോലെ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ തകർന്നിട്ടുണ്ടെങ്കിൽ അവനൊരു പാപ രഹസ്യവും കാണും. ഞാൻ പറഞ്ഞ വരി മറക്കരുത്. ഒരു മനുഷ്യൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരാത്മീയ രഹസ്യം കാണും. ഒരു മനുഷ്യൻ തകർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു പാപ രഹസ്യവും കാണും. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണേ. ഒരു മനുഷ്യൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരാത്മീയ രഹസ്യമുണ്ട്. ഒരു മനുഷ്യൻ നശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു പാപ രഹസ്യമുണ്ട്. അതവൻ കണ്ടുപിടിക്കണം. ഇത് ലോകത്താർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ദൈവവുമായിട്ടിരുന്ന്
ദൈവത്തോട് ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ പറഞ്ഞു തരും, മകനെ മകളെ, ഇതാണ് നിന്റെ പാപം. നിന്റെ കുടുംബം നശിക്കാൻ, നിന്റെ ജീവിതം തകരാൻ, നിന്റെ ബിസിനസ് തകരാനുള്ള മെയിൻ കാരണം ഇതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഇന്ന് നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ, ന്യൂ ഇയറിന് എനിക്കറിയാം എല്ലാവരും കുർബാന കൊള്ളും, ക്രിസ്മസിനും കൊള്ളും. ഈ കുർബാന കൊള്ളുന്ന ദൈവമക്കളെ, ഇനി കുർബാനയെക്കുറിച്ച് ഈ ഒരുക്കത്തിലൂടെ നമുക്ക് പഠിക്കാം. എൻ്റെ ആദ്യത്തെ ചിന്ത ഇതാണ്: എൻ്റെ മകനെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾക്ക് വിശുദ്ധ കുർബാനയിലൂടെ 7 ധൈര്യങ്ങൾ ദൈവം തരുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കിട്ടുന്നു. 7 I ams. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന 7 I ams. 1, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. 2, ഞാൻ നല്ല ഇടയനാകുന്നു. 3, സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 4, വാതിലാകുന്നു. 5, വഴിയും സത്യവും ജീവനുമാകുന്നു. 6, ജീവന്റെ അപ്പമാകുന്നു. 7, പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, കുറച്ചുപേര് കുറിച്ചെടുക്കുന്നതുകൊണ്ട് പറയാം. ഞാൻ ലോകത്തിന്റെ പ്രകാശം, ഞാൻ നല്ല ഇടയൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, വഴി സത്യവും ജീവനുമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, പുനരുദ്ധാനവും ജീവനുമാകുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്ന നമ്മളെല്ലാ മക്കളും ഓർക്കണം, 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പലരും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭക്കാരൊക്കെ പറയാറുണ്ട്, കുർബാനയും ബൈബിളും തമ്മിൽ ബന്ധമില്ല എന്ന്. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. കാരണം ഈ പറഞ്ഞ 7 I ams വിശുദ്ധ കുർബാനയിൽ തന്നെ ഉണ്ട്. ഞാൻ ഓരോന്നൊന്ന് വിശദീകരിക്കാം. 1, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഇതെവിടാ കുർബാനയിൽ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ? കുർബാനയിൽ ഒരു പാട്ടില്ല. നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമല്ലോ ദൈവിക പ്രകാശത്തോടുകൂടി. വിശുദ്ധ കുർബാനയിൽ എന്തിനാ മെഴുകുതിരി കത്തിക്കുന്നേ? ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്നു എന്ന് അരുളിയ യേശുക്രിസ്തുവിന്റെ ദൈവിക തേജസ് തിരിച്ചറിയുന്ന ദൈവിക ശോഭയാണ്. അതുകൂടാതെ കാൽവറിയിൽ യാഗമായ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു ഉരുകുന്ന മെഴുകുതിരിയായ ക്രിസ്ത്യാനി മാറണം. ഈ വൈദിക ശുശ്രൂഷയിൽ, പട്ടംകൊട ശുശ്രൂഷയ്ക്കും ഒരു വൈദികന്റെ കയ്യിൽ കൊടുക്കുന്നത് മെഴുകുതിരിയും ധൂപക്കുറ്റിയുമാണ്. എൻ്റെ ശബ്ദം കേൾക്കാൻ ദൈവമക്കളും ഓർക്കണം, വിശുദ്ധ കുർബാനയിൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്ന അരുളിയ ദൈവം തമ്പുരാന്റെ ദൈവിക വാഗ്ദാനം കുർബാനയിൽ എവിടാണെന്നറിയാമോ? വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. അതാണ് ഒന്നാമത് നമുക്ക് തരുന്ന ധൈര്യം. രണ്ടാമത്തെ ധൈര്യം, ഞാൻ നല്ല ഇടയനാകുന്നു. അത് കുർബാനയിൽ എവിടാണെന്നറിയാമോ? ഒരു സെതറ വായിക്കുമ്പോൾ അവിടെ ഉണ്ട്, തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന, നിങ്ങൾ എഴുതുമ്പോൾ സെതറ എന്ന് എഴുതിയാൽ മതി, തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ നിനക്ക് സ്തുതി, ഭൂമിയിലെ നിന്ദ്യപൂഴിയായ എന്നെ. ഇനി കുർബാന തീരുമ്പോൾ അവസാനവും പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോഴേ വിശുദ്ധ കുർബാനയിൽ രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ് നല്ല ഇടയന്റെ ദൈവിക സ്നേഹം. യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. മൂന്നാമത്തത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അത് കുർബാനയിൽ എവിടാ? യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളവരായിത്താൻ. യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളവരായിത്താൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതെൻ്റെ വലത്തെ കയ്യ, ഇതെൻ്റെ വലത് കയ്യ. പക്ഷെ ഇത് ശരീരത്തിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടാൽ ഇത് കൈയല്ല, ഇത് വെറും മാംസപിണ്ഡമാണ്. അതിൻ്റെ അർത്ഥം ഇതെൻ്റെ ശരീരത്തോടെ ചേർന്നിരുന്നാൽ മാത്രമേ കൈ ആകത്തുള്ളൂ. ഇതെൻ്റെ ശരീരത്തോടെ ചേർന്നിരുന്നാൽ മാത്രമേ കൈ ആകത്തുള്ളൂ. അപ്പോൾ യേശുവിനോടൊപ്പം വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ജീവനും ജീവിതവും കിട്ടുകയുള്ളൂ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ മൂന്നാമത്
വിശുദ്ധ കുർബാനയിലൂടെ തമ്പുരാൻ നമുക്ക് തരുന്ന ധൈര്യമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. 4, ഞാൻ വാതിലാകുന്നു. അതെവിടാ കുർബാനയിൽ? അൻപുടയോനെ, എല്ലാവരോടും ഒന്ന് പാടി, ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരോടും ഒന്ന് പാട്. അൻപുടയോ നിൻ വാതിൽ. എനിക്ക് വലിയ സന്തോഷം. നിങ്ങൾ ഈ പലയിടത്തും ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇരിക്കുന്നവരിൽ പകുതി പേരും കുറിച്ചു കൊടുക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചുമായിരിക്കുന്നത്. ഈ കവറിങ്ങിലൊക്കെ പലരും വന്ന് പോയിക്കോട്ടെ, നിങ്ങളുടെ ആളുടെ ശ്രദ്ധ പോകരുത്. ഇടയ്ക്ക് അത്യാവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമോ എനിക്കില്ല. പക്ഷെ ഇരിക്കുന്നവരുടെ മനസ്സ് മാറില്ല. കാരണം വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സുകളായതുകൊണ്ട് പിശാച് ചിലപ്പോൾ നമ്മുടെ ചിന്തയെ തെറ്റിച്ച് കളയാൻ നോക്കും. തെറ്റിപ്പോകരുത്. നിങ്ങളുടെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കണം. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻ വാതിൽ. 5, വഴി സത്യവും ജീവനുമാകുന്നു. ഇതെവിടാ കുർബാനയിൽ? അത് നിങ്ങൾക്ക് ആർക്കും അറിയാൻ സാധ്യതയില്ല. വിശുദ്ധ കുർബാനയിലെ രഹസ്യ പ്രാർത്ഥനയിൽ എല്ലാം പറയുന്നത് സത്യപ്രകാശവുമായ ദൈവമേ, വഴി സത്യവുമായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനേക രഹസ്യ പ്രാർത്ഥനകൾ തുടങ്ങുന്നത്. 5 ഞാൻ പറഞ്ഞ 6, ജീവന്റെ അപ്പമാകുന്നു. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചാൽ അവിടെ എല്ലാം പല പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ ധ്യാന ക്ലാസ് കേൾക്കുന്നവർ ഓർക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈ കുർബാന അനുഭവിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ മനസ്സിലുണ്ടാകുന്ന ജീവൻ അത് വളരെ വലുതാണ്. അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വിശുദ്ധ കുർബാന അനുഭവിച്ചപ്പോൾ നിത്യജീവനുണ്ടായി. എന്നാൽ യൂദായ്ക്ക് ഇത് കഴിച്ചപ്പോൾ പിശാചാണ് കയറിയത്. ഇന്നും നമ്മുടെ ഇടയിൽ പലരെ എനിക്കറിയാം. ചിലർ കുർബാന കൊള്ളുമ്പോൾ അവർക്ക് ഭയങ്കര ആത്മീയ സന്തോഷം. ഈ കുർബാന കൊണ്ടിട്ട് ക്യാൻസർ മാറിയവരെ എനിക്കറിയാം. നിങ്ങൾക്കറിയാമോ? വിശുദ്ധ കുർബാന കൊണ്ടിട്ട് ക്യാൻസർ മാറിയ ആളെ എനിക്കറിയാം. ബ്രെയിൻ ട്യൂമർ മാറിയ ആളെ എനിക്കറിയാം. മാറാത്ത തലവേദന വിട്ടു മാറിയവരെ എനിക്കറിയാം. കാരണം ഈ കുർബാനയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരെന്താ? ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി, ദ സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ്. അത്ര പവർഫുള്ളാണ് കുർബാന. പക്ഷെ നമ്മൾക്ക് പലർക്കും പറ്റുന്ന കുഴപ്പം, ശരിക്കും ഒരു കുമ്പസാരം നടത്താതെയാണ് പലരും കുർബാന കൊള്ളുന്നത്. അതുകൊണ്ടാണ് കുർബാന ഫലിക്കാത്തത്. ഞാൻ ചിന്തിച്ചു നോക്കുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരിക്കും ഒരു ആയുർവേദ മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഇരട്ടി പവറോടെ നമ്മൾ നോക്കണം. ഇപ്പം നമുക്കറിയാം, നല്ല ഒരു ആയുർവേദ മരുന്ന് കഴിക്കണമെങ്കിൽ, ഇപ്പം കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്നിരിക്കട്ടെ, എങ്ങനെയാ മരുന്ന് കഴിക്കുന്നത്? ചെന്നാൽ ഉടനെ അവർ മരുന്ന് തന്നിട്ട് കഴിക്കാൻ പറയത്തില്ല. അവർ പറയും, ഇത് ആദ്യം വയറിളക്കണം, പിന്നെ പറയും പഥ്യം നോക്കണം, അല്ലേ, ചില കാര്യങ്ങൾ വർജിക്കണം. അങ്ങനെ കൃത്യമായി 5-6 മാസം പഥ്യം നോക്കി, ചിലതൊക്കെ ഉപേക്ഷിച്ച്, ചില ഉപവാസമൊക്കെ എടുത്തിട്ട് ലേഹ്യം കഴിച്ചാലേ ഫലിക്കത്തുള്ളൂ. പക്ഷെ പലർക്കും ഇതെടുക്കാൻ വയ്യ. നേരെ എടുത്ത് കഴിച്ചിട്ട് ഇതിൻ്റെ ഇരട്ടി അസുഖം ഉണ്ടാവും. ഇതേപോലാണ് നമ്മുടെ കുർബാനയും. ഈ പശുവിൻ്റെ പാല് നല്ലതാ. എടുക്കുന്ന പാത്രം മോശമാണെങ്കിൽ പാലിൻ്റെ കുറ്റമോ പാത്രത്തിൻ്റെ കുറ്റമോ? ഇവിടെ ഇരിക്കുന്നവരൊന്ന് മറുപടി പറഞ്ഞേ. പശുവിനൊക്കെ ഉള്ളവർ പലരെ ഉണ്ടല്ലോ. പശുവിൻ്റെ പാല് നല്ലതാണ്. പശുവിൻ്റെ പാല് നല്ലതാണ്. പാല് ചീത്തയാകുന്നെങ്കിൽ പാലിൻ്റെ കുറ്റമോ പാത്രത്തിൻ്റെ കുറ്റമോ? പാത്രത്തിൻ്റെ കുറ്റമാ. കുർബാന വിശുദ്ധമാണ്. അത് ശരിക്ക് ശുദ്ധമായ പാത്രത്തിൽ എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആ മിറക്കിൾ, ആ അനുഭവം കിട്ടാത്തത്. പ്രിയമുള്ളവരെ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. ഒരു സൺഡേ പള്ളി വന്ന് കുർബാന കൊള്ളുന്നത് എങ്ങനെ വേണം? അതുകൂടെ പറ. തലേന്ന് വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ 7 സങ്കീർത്തനം വായിക്കണം. 6:32 കുർബാന ക്രമത്തിലുണ്ട്. 6:32, 38, 51, 102, 129, 142. സന്ധ്യ കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് ഈ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ട് സൂത്താറ നമസ്കാരം നടത്തണം. ശനിയാഴ്ച വൈകിട്ട് TV കാണരുത്. എൻ്റെ അർത്ഥം ബാക്കി എല്ലാ ദിവസവും കാണാനല്ല. അത്യാവശ്യമുള്ളത് കണ്ടു. ഉറക്ക സംസാരിക്കരുത്. കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് ധ്യാനിക്കണം. അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി നമസ്കാരം നടത്തണം. ഏതാ? നമ്മുടെ രക്ഷകനാ കബറിങ് ഉയർപൂണ്ടിങ് ഏറ്റൊരു രാവിൽ നാം എല്ലാരും ഉറക്കമുണർ ഒന്നായി സ്തുതി പാടിയിടേണം. ഞായർ ദിവസം അതിൽ ദൈവസുതൻ കബറിൻ
നുള്ളിന്നേറ്റു സ്തുതി സകലാധിപനെന്നേവം സഭയും മക്കളും ആർക്കുന്നു. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ആദ്യ കുഞ്ഞ് ജനിക്കുന്ന കുർബാന ചൊല്ലുമ്പോഴാണ്. മനസ്സിലായോ? എൻ്റെ ആദ്യത്തെ കൊച്ചു ജനിക്കുന്ന കുർബാന ചൊല്ലുമ്പോഴാണ്. ഇപ്പം ഞാൻ അതിനുശേഷമാണ് ഈ കുർബാനയുടെ പവർ മനസ്സിലാക്കിയത്. അതുകൂടാതെ ഇനി ഞായറാഴ്ച എങ്ങനെ പള്ളി പോകേണ്ടത്? തലേന്നും പിറ്റേന്നുമായി 51 സങ്കീർത്തനം 3 പ്രാവശ്യം വായിക്കണം. 1 സന്ധ്യാനമസ്കാരം, 2 പ്രഭാതത്തിൽ, 3 അതിൻ്റെ ഇടയ്ക്ക് അച്ഛന്മാർ തുയോബയ്ക്ക് കയറുമ്പോൾ വായിക്കും. അതുകൂടാതെ ഞായറാഴ്ച രാവിലെ ഒരു കാരണവശാലും പത്രം വായിക്കരുത്, റേഡിയോ കേൾക്കരുത്, TV കാണരുത്, ആരോടും സംസാരിക്കരുത്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഞായറാഴ്ച രാവിലെ ആദ്യം പറയേണ്ട വാചകം എന്തുവാ? ആരും മിണ്ടുന്നില്ല. ഞായറാഴ്ച രാവിലെ ആദ്യം പറയേണ്ട വാചകം, ഒരു പള്ളി പറഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, 1 കപ്പ് കാപ്പി കൊണ്ട് വാടിയെന്നാണ്. ഞായറാഴ്ച രാവിലെ ആദ്യം പറയേണ്ട വാചകം ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. നമ്മളെല്ലാം വിട്ടിട്ട് പള്ളി പോയി നോക്ക്. നിങ്ങൾ ഇപ്പം ഞാൻ ഒരു പുതു വർഷമായോണ്ട് പറയാം, ഈ ഒരു വർഷം നിങ്ങൾ കുർബാനയ്ക്ക് വളരെ കൃത്യമായി ഞാൻ പറയുന്ന ശൈലിയിലൊന്ന് കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്ത് നോക്കും. ഞാൻ പറയുന്നു 2015 നിങ്ങളുടെ കണ്ണ് തെളിയുന്ന വർഷമായിരിക്കും. ഇപ്പം വീട്ടിൽ പണം വാരി കൂട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, സ്വത്ത് വാരി കൂട്ടുമെന്നോ വസ്തു വാരി കൂട്ടുമെന്നോ ഞാൻ പറയുന്നില്ല. നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്തെന്നറിയാമോ? സമാധാനമാണ്. അതുകൊണ്ടാണ് 4-ാം സങ്കീർത്തനം പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. പലരും ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാം? ബിസിനസ് വലുതാവാനാ, കടം മാറാനാ. പ്രിയമുള്ളവരെ, അതൊക്കെ ദൈവം നോക്കിക്കോളും. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട എന്തെന്നറിയാമോ? നമുക്ക് വേണ്ട ദൈവാനുഗ്രഹമല്ല. ആരും മിണ്ടുന്നില്ല. അച്ഛാ, ഞങ്ങൾ പള്ളി വന്ന എന്തിനാ ദൈവാനുഗ്രഹത്തിന്? അച്ഛൻ പറയുന്ന ദൈവാനുഗ്രഹം വേണ്ടാന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ആദ്യം വേണ്ട ദൈവാനുഗ്രഹമല്ല, നമുക്ക് വേണ്ട ദൈവമാണ്. ദൈവം നമ്മുടെ കൂടെ വന്നാൽ ദൈവാനുഗ്രഹം പുറകെ വരും. രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കൂടെ പോരുമെന്ന. അപ്പൊ അതുകൊണ്ട് 2015 ദൈവമേ ഹൂദോസിത്തോ എന്ന അനുഭവത്തിലൂടെ ഹൂദോസിത്തോയിലേക്ക്, കൂദോസിത്തോയിൽ എന്ന അനുഭവത്തിൽ നിന്ന് ഹൂദോസിത്തോയിലേക്ക് ജീവന്റെ അപ്പമായ എൻ്റെ യേശുവിനെ എൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചാൽ ഇനിയെങ്കിലും ആ കുർബാനയുടെ ശക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ പള്ളി വന്ന് നിൽക്കരുത്. ഇപ്പം തന്നെ വേറൊരു കുഴപ്പം, എല്ലാ പള്ളിയിലും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർ കുർബാനയ്ക്ക് വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? 10 മണിക്കാണ് കുർബാന തീരുന്നെങ്കിൽ 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് പറയുന്നത്, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. എന്തോ തമ്പുരാൻ സുഖമല്ലാതെ നടക്കുമെന്ന് ഇവിടെ. ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. ആരെ കാണാനാ? കയറിയിട്ടൊന്നും ആരും വരണ്ട, പള്ളിക്കകത്തൊക്കെ പോകണം. കയറാൻ ആരും കയറുന്ന രോഗികളെ കാണാനാ. നമ്മൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചെന്ന. അപ്പോൾ ആ കുർബാനയ്ക്ക് വരുന്നതിന് തലേന്ന് മുതലേ ഒരുങ്ങി, പിറ്റേന്ന് രാവിലെ പറ്റുമെങ്കിൽ ആഹാരമൊന്നും കഴിക്കാതെ കുർബാന കൊള്ളത്തക്കൊണ്ട് ഒരുങ്ങിപ്പോയി. ഇനി 2-2.5 മണിക്കൂറുണ്ട്. ഇപ്പം കുർബാനയ്ക്ക് നിൽക്കും. കുറേ കഴിയുമ്പോൾ നമ്മുടെ നടുവേദനയും കാലുവേദനയൊക്കെ വരും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ഇരിക്കാൻ നോക്കും. ഇപ്പം അത്യാവശ്യം ഓപ്പറേഷനോ മറ്റു രോഗമൊക്കെ ഉള്ളവർ ഇരുന്നു. പക്ഷെ നിവൃത്തി ഉണ്ടെങ്കിൽ കുർബാനയ്ക്ക് ഇരിക്കരുത്, തുബ്ദേനൊഴിച്ച്. കാരണം ശുശ്രൂഷക്കാർ പറയുന്നത് എന്താ? അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്നുകൊണ്ട്. മുസ്ലിം സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാർ അവിടെ നിന്ന് നോക്കുന്നു. മുസ്ലിം സഹോദരങ്ങൾ അവിടെ നോയമ്പിന് കുമ്പിടുമല്ലോ, കണ്ടിട്ടുണ്ടോ? എല്ലാവരും തലയിൽ തുണിയിട്ട് ഒരുപോലെ മുട്ടുകുത്തും. പക്ഷെ നമ്മുടെ പുരുഷന്മാർ എത്ര പേർ മുട്ടുകുത്തി നമസ്കരിക്കും? നമ്മൾ എത്ര പുരുഷന്മാർ വേദോസ്തം വായിക്കും? ഈ ന്യൂ ഇയറിന് ഇരുന്ന് ഒരു 10 മണിക്കൂർ ബൈബിൾ വായിക്കുന്ന എത്ര പുരുഷന്മാർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്? ഞാൻ പറയുന്നത്, ഇത് വായിക്കാത്തത് കൊണ്ടാണ്, ഈ കുർബാന ശരിക്കും അനുഭവിക്കാത്തത് കൊണ്ടാണ് സഭയുടെ ശക്തി അറിഞ്ഞുകൂടാത്തത്. യഹോവ നല്ലവനെന്ന് പറഞ്ഞേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന 6ാമത്തെ കാര്യം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഇനി 7ാമത് പറയുന്നുണ്ട്, പുനരുദ്ധാനവും ജീവനുമാകുന്നു. സഹോദരങ്ങളെ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 7 ധൈര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം. 1, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. 2, ഞാൻ നല്ല ഇടയനാകുന്നു. 3, സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. 4, വാതിലാകുന്നു. 5, വഴി സത്യവും ജീവനുമാകുന്നു. 6, ജീവന്റെ അപ്പമാകുന്നു. 7, പുനരുദ്ധാനവും
ജീവനുമാകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട 7 ധൈര്യങ്ങളാണ് ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ പ്രലോഭനങ്ങൾ വീണു പോകാതിരുന്നാൽ യേശുക്രിസ്തു നമുക്ക് തരുന്നത്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ആശയം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എൻ്റെ മകനെ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങണം. പ്രഭാഷകൻ 2:1 എല്ലാവരും കൂടെ മനസ്സിൽ നിന്ന് പറയാമോ? 2015 പ്രവേശിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരുക്കമാണ് പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ ഒരുങ്ങണം. ഇനി രണ്ടാമത്തെ ഒരുക്കം 2 തീമോത്തിയോസ് 3:12, എബ്രായർ 12:5. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ പറയുകയാണ്. പീഡനങ്ങളെ സഹിക്കാൻ ഒരുങ്ങണം. ഒന്നാമത്തെ ഒരുക്കം പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ ഒരുങ്ങണം. രണ്ടാമത്തെ ഒരുക്കം പീഡനങ്ങൾ സഹിക്കാൻ ഒരുങ്ങണം. പ്രിയമുള്ളവരെ, കുർബാനയൊക്കെ അനുഭവിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ആരാകാനാ? ക്രിസ്ത്യാനി ആകാനാ. ഒരു ക്രിസ്ത്യാനി ആകുന്നെങ്കിൽ ക്രിസ്ത്യാനി ആരായിരിക്കണം? ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആ വാക്യം എന്താ പറയുന്നതെന്നറിയാമോ? 2 തീമോത്തിയോസ് 3:12, ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ഇനി ആ പാട്ട് എല്ലാവരോടും ഒന്ന് പാടി. സ്വർലോക നാട്ടുകാർക്കിഷേതയിൽ പല കഷ്ടസങ്കടങ്ങൾ വച്ചിട്ടുണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലായി. നിങ്ങളൊന്ന് പാടി ചിന്തിച്ചു നോക്ക്. സ്വർലോക നാട്ടുകാർക്കിഷേതയിൽ പല കഷ്ടസങ്കടങ്ങൾ വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാടുമല്ലോ, കഷ്ടനഷ്ടശോധനകളിൽ. ബാക്കി പാടി. പൊന്മുഖഞ്ഞ നേരിൽ കണ്ടിടും. കള്ളത്തരം വലിയ പാടുന്നത്. ഇതിൽ ആരാ ഇവിടെ ഈ പരിമിതിയിരിക്കുന്ന ആരാ കഷ്ടനഷ്ട ശോധനകൾ പൊന്മുഖം നേരിൽ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടിലൂടാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ദർശനം കിട്ടുന്നത്. ഒരു സംശയമില്ല പ്രിയമുള്ളവരെ. അത് യേശുക്രിസ്തുവിനെ തന്നെ ആലോചിച്ച് നോക്കി. വിവാഹ കൂദാശയിൽ പറയുന്നുണ്ട്, രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിക്കണം. നമുക്ക് യേശുക്രിസ്തുവിന്റെ മുൾക്കിരീടം തന്നെ ധ്യാനിച്ചു നോക്കി. തലയിൽ മുൾക്കിരീടം, കന്നത്തടി, മുഖത്ത് തുപ്പ്, പുറത്ത് ചാട്ടവാറ്, പരിഹാസം, മേലെഴുത്ത്, ഇതെല്ലാം കർത്താവിന്റെ ജീവിതത്തിൽ മുഴുവൻ പീഡനമാണ് നമുക്ക് തരുന്നത്. ഇനി മാതാവിനെ ആലോചിച്ച് നോക്ക്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന് കന്യക മറിയാമിനോട് പറഞ്ഞു. കന്യക മറിയാമിനോട് എന്ന് സമാധാനമെന്ന് പറഞ്ഞു, അന്നു മുതലാണ് കന്യക മറിയാമിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം വന്നു തുടങ്ങിയത്. ഇപ്പം ധാരാളം സ്ത്രീകളെ പറയാറുണ്ട്, അച്ഛാ ഞാൻ പള്ളി കൃത്യം പോകുന്നു, എല്ലാ നൊയമ്പും എടുക്കും, എല്ലാ ദിവസവും എല്ലാ ബുധനും വെള്ളി ഉപവസിക്കും, പക്ഷേ എൻ്റെ അത്രയും പീഡനം സഹിക്കുന്നവൾ ലോകത്തിൽ ആരുമില്ല. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ അവകാശം. കഷ്ടത സിദ്ധതയെയും, സിദ്ധത സഹിഷ്ണുതയെയും, സഹിഷ്ണുത പ്രത്യാശയും ഉളവാക്കും. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ദേവാലയത്തിലും ത്രോണോസിലും മദ്ബഹായിലും റാസയ്ക്കുമെല്ലാം ഏറ്റവും ദൈവികമായി തെളിയുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിനെ ദൈവികമായി വരച്ചു കാട്ടുന്ന ക്രൂശാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രൂശിനകത്ത്, ഈ കുരിശിനകത്ത് ക്രൂശിത രൂപം വെക്കാത്ത. പലരുടെ മാലയിലും പല ഭവനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്രൂശിത രൂപം. ഒരിക്കലും വെക്കരുത്. കാരണം നമ്മൾക്ക് ഉള്ളത് ക്രൂശിത രൂപമുള്ള കുരിശല്ല, നമുക്കുള്ളത് ഉദ്ധാനം ചെയ്ത കുരിശാണ്. കാരണം ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. മനസ്സിലായില്ലേ? കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് ഈ ക്രൂശിത രൂപം കെട്ടിയിട്ടുകൊണ്ട് നടക്കുകയോ ഭവനങ്ങളിൽ ക്രൂശിത രൂപമുള്ള കുരിശോ വയ്ക്കരുത്. വീണ്ടും ഈ കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, വീണ്ടും ആ ദൈവിക ബന്ധത്തിലൂടെ മനുഷ്യനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ബന്ധം. അത് പലരും ധരിക്കും കുരിശെന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും. അതൊരു പ്രധാന ബന്ധം. അതിനേക്കാൾ വലിയ പ്രപഞ്ചമായി നമുക്ക് വലിയൊരു ബന്ധമുണ്ട്. ആ പ്രപഞ്ചം നമ്മൾ പ്രഭാത നമസ്കാരത്തിൽ പറയും, പർവ്വതങ്ങളും സകല കുന്നുകളും, പലവർഷങ്ങളും സകല കാര്യങ്ങളും, മൃഗങ്ങളും സകല കന്നുകാലികളും,
ഇഴജന്തുക്കളും പക്ഷികളും പറവകളുമേ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പീൻ. പ്രിയമുള്ളവരെ, ഈ പീഡനം, ഈ ക്രൂശിനെ ദൈവികമായി നമ്മൾ കണ്ടാൽ വിവാഹ കൂദാശയിലും ഈ കുരിശെടുത്ത് വാഴ്ത്തുന്നുണ്ട്. എന്താ? ശുഭചിഹ്നന്താൻ സ്ലീബ വിജയ കൊടിതൻ സ്ലീബ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴുന്നു നാം. വിവാഹ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവമക്കളും ഓർക്കണം, കുടുംബജീവിതം പോലും ഒരു ക്രൂശിൻ്റെ അനുഭവമാണ്. കുടുംബജീവിതം പോലും ഒരു ക്രൂശിൻ്റെ അനുഭവമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്നത് തന്നെ പലപ്പോഴും ചില ഭാര്യമാർക്ക് രോഗമുള്ളവരുണ്ട്, ഭർത്താക്കന്മാർക്ക് രോഗമുള്ളവരുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമുള്ളവരുണ്ട്. ഏത് വീടെടുത്ത് നോക്കിയോ ഏതെങ്കിലും പ്രശ്നമില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? പണ്ട് ഒരു ധ്യാനം നടന്നപ്പം 12,000 പേര് ആ ധ്യാനത്തിന് ഇരിപ്പുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് ധ്യാനം നയിച്ച ആള് പറഞ്ഞു, ഇവിടെ പ്രശ്നമുള്ളവരെല്ലാം എഴുന്നേക്കാൻ. എല്ലാവരും എഴുന്നേറ്റപ്പോൾ ഒരാൾ മാത്രം എഴുന്നേറ്റില്ല. ഉടനെ പറഞ്ഞു, സ്തോത്രം സ്തോത്രം, ഈ ധ്യാനം കേൾക്കാൻ വന്നതിൽ ഒരാൾക്ക് മാത്രം ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. പക്ഷെ ആ പ്രശ്നമില്ലെന്ന് പറഞ്ഞ എഴുന്നേൽക്കാത്ത ആളെന്തോ പറഞ്ഞെന്നറിയാമോ? ഞാൻ എഴുന്നേൽക്കാത്തത് പ്രശ്നമില്ലാഞ്ഞതുകൊണ്ടല്ല, എൻ്റെ 2 കാലും ഇല്ലെന്ന്. മനസ്സിലായോ? ഞാൻ എഴുന്നേൽക്കാത്തത് പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, എൻ്റെ 2 കാലും ഇല്ലാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പ്രശ്നമില്ലെന്ന് ധരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണമുള്ള ജില്ല ഏതാണെന്നറിയാമോ? കോട്ടയം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ രോഗമുള്ള ജില്ല ഏതാണെന്നറിയാമോ? കോട്ടയം ജില്ലയാണ്. ഇപ്പം പണമുണ്ടെങ്കിൽ രോഗമില്ലെന്ന് സമാധാനമായെന്ന് ധരിക്കരുത്. പണം നമുക്ക് വേണം, എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം കടന്നു വരുമ്പോൾ ഓർക്കണം, നിന്നെ ക്രിസ്ത്യാനിയായി ഈ സഭ തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന് വേണ്ടി നാൾതോറും ക്രൂശിനെ ചുമക്കുവാനാണ്. അത് കുടുംബജീവിതത്തിലൊന്ന് ഓർത്താൽ മതി. പലപ്പോഴും കോട്ടയം ദേവലോകത്ത് തിരുമേനിമാരെല്ലാം പറയുന്ന ഒരു കാര്യം, ദിവസം ഒരു ഡൈവോഴ്സിനോട് ഒപ്പിട്ടുകൊണ്ടിരിക്കുക. ദിവസവും നമ്മുടെ ദേവലോകത്ത് ഓരോ ഡൈവോഴ്സിന് ഒപ്പിട്ടുകൊണ്ടിരിക്കുക. കാര്യം എന്തെന്നറിയാമോ? എനിക്ക് ദൈവം തന്ന ഭർത്താവ്, എനിക്ക് ദൈവം തന്ന ഭാര്യ. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, വിവാഹ കൂദാശ അവസാനിക്കുന്ന എപ്പോഴാ? രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴോ ഓഡിറ്റോറിയത്തിൽ കയറുമ്പോഴോ? പറ. വിവാഹ കൂദാശ അവസാനിക്കുന്ന എപ്പോഴാ? രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴല്ല, ഓഡിറ്റോറിയത്തിൽ കയറുമ്പോഴും അല്ല, 2 പേരിൽ ഒരാൾ മരിക്കുമ്പോഴാണ്. 2 പേരിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ വിവാഹ കൂദാശ അവസാനിക്കും. അതുകൊണ്ടാണ് ഇതിന് പിതാക്കന്മാർ ഒരു പേര് കൊടുത്തു, ദിസ് ഇസ് വെഡ് ലോക്ക്. മനസ്സിലായോ? സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ ആർക്കും അഴിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ ആർക്കും അഴിക്കുവാൻ സാധ്യമല്ല. ഇനി എന്താണ് ഈ പീഡനങ്ങൾ സഹിക്കുവാൻ ക്രിസ്ത്യാനിക്ക് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അത് 112 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ 5 കാര്യങ്ങൾ നീതിയോടെ ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. 1, നീതിമാൻ വീണാലും നിലം പരിശാകത്തിൽ. നിങ്ങൾ ഈ സങ്കീർത്തനം മാത്രം ഓർത്തില്ല, ഇപ്പൊ എഴുതാൻ അത്യാവശ്യം ഒന്ന് കുറിച്ച് വെച്ചു. ഒരു നീതിമാന്റെ സമ്മാനങ്ങൾ 5 എണ്ണമാണ് 112 സങ്കീർത്തനം പറയുന്നു. 1, നീതിമാൻ വീണാലും നിലം പരിശാകില്ല. 2, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഒന്ന് നിർത്തി എഴുതിക്കോ. 1, നീതിമാൻ വീണാലും നിലം പരിശാകില്ല. 2, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. 3, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഇപ്പൊ നീതിയോട് ജീവിക്കുന്ന മക്കൾ ഒരു പക്ഷെ എന്തെങ്കിലും അപകടങ്ങൾ മരിച്ചാലും അവന്റെ സന്തതി ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. 4, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. 5, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കും. ഈ 5ാമത്തെ എല്ലാവരോടും എൻ്റെ കൂടെ ഒന്ന് പറയാമോ? നീതിമാന്റെ അനർത്ഥങ്ങൾ പറഞ്ഞേ. പുരുഷന്മാരോട് ഒരുമിച്ചൊന്ന് പറ, കേൾക്കാൻ വ്യക്തമാണോ? എനിക്ക് തോന്നി ഈ പള്ളി പറയുന്ന ഇച്ചിരി എക്കോ ഉണ്ട്, എന്നാലും അത്യാവശ്യം ശ്രദ്ധിച്ചൊന്ന് പറ. നീതിമാന്റെ അനർത്ഥങ്ങൾ ഒന്ന് പറഞ്ഞേ. അസംഖ്യമാണ്, യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കും.
ഇപ്പൊ ഞാൻ 5 കാര്യങ്ങൾ നീതിമാനെ കുറിച്ച് പറഞ്ഞു. 1, നീതിമാൻ വീണാലും നിലംപരിശാകില്ല, നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നീതിമാൻ വീണാലും നിലംപരിശാകില്ല. 5-ാമത്തതാണ് നിങ്ങളുടെ മനസ്സിൽ കുറിക്കേണ്ടത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, യഹോവ അതിൽ നിന്നൊക്കെ അവനെ വിടുവിക്കും. പ്രിയമുള്ളവരെ, കടൽ പോലാണ്. ഇപ്പം നമ്മുടെ വന്യനായ ജോഷുവാച്ചൻ നമുക്കെല്ലാവർക്കും അറിയാം, 3 പ്രാവശ്യം ക്യാൻസർ വന്നു. അതുകൂടാതെ തന്നെ കൊച്ചമ്മ ആക്സിഡന്റിൽ മരിച്ചു. ഇപ്പോഴും ഓൾറെഡി അച്ഛൻ ടി വിയിലൂടെ ഒക്കെ പറയും 9 അസുഖങ്ങൾ വന്ന അച്ഛനാ. പക്ഷെ ഇപ്പോഴും നമുക്ക് തരുന്ന ധൈര്യം എന്തോ അറിയാമോ? ദൈവമേ നീ എൻ്റെ ദൈവം, എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവം. വീണ്ടും നമ്മൾ ഓർക്കണം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. ദൈവം അറിയാതല്ല നമ്മുടെ ഭവനത്തിൽ ഒന്നും വരുന്നത്. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നിങ്ങൾ കുർബാന കൊണ്ട് വിശുദ്ധ കുംഭസാരം നടത്തി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എത്ര ദൈവത്തെ വിളിച്ചാലും കുടുംബജീവിതങ്ങളിൽ ഈ ക്രൂശിനെ നോക്കിക്കൊണ്ട് അത് ദൈവികമായി നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപമായി മാറിയിരിക്കുന്നത്. മക്കളെ കഷ്ടപ്പാട് പഠിപ്പിക്കാത്ത അമ്മയപ്പന്മാർ, മക്കളെ പീഡനം പഠിപ്പിക്കാത്ത, പ്രയാസങ്ങൾ പഠിപ്പിക്കാത്ത അമ്മയപ്പന്മാർ. സദൃശ്യവാക്യം പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെ നീ വടി കൊണ്ട് അടിക്കണം, അവനെ തല്ലിയാൽ അവൻ ചത്തുപോകില്ല, ബാലന് ശിക്ഷ കൊടുക്കാൻ നീ മടിക്കരുത്. ഇന്ന് മാതാപിതാക്കന്മാരെന്താ, മാക്സിമം സുഖത്തോടുകൂടി മക്കളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടാക്കും. അതുകൊണ്ട് അവൻ വളർന്നു വരുമ്പോൾ അതുപോലെ നമ്മളെ കൊണ്ടുപോയി വൃദ്ധഭവനത്തിലും ആക്കും. പിതാവ് എന്നെ അയച്ചതുപോലെ പറഞ്ഞേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും പിതാവിനെ അയക്കുക. കേരളത്തിൽ നിന്ന് വൃദ്ധഭവനം 170 അതിൻ്റെ മെയിൻ കാരണം എന്താ? പണ്ട് 10ാം ക്ലാസ് ആകുന്നതിനകം തന്നെ പെൺകുഞ്ഞുങ്ങൾ മുറ്റം തൂക്കും, പാചകം ചെയ്യും, വീട് വൃത്തിയാക്കും, ശുശ്രൂഷ പഠിക്കും. മക്കളാണെങ്കിൽ കിളയ്ക്കാൻ പഠിക്കും, ആൺമക്കളാണെങ്കിൽ ജോലി ചെയ്യും, വിറകീറും, കുറേയേറെ ക്ലേശങ്ങൾ. കാരണം ഉപനിഷത്തിൽ പറയുന്നുണ്ട്, അമ്മയപ്പന്മാർ മക്കളെ പഠിപ്പിക്കേണ്ട 4 മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അമ്മയപ്പന്മാർ, മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ട 4 മന്ത്രങ്ങളുണ്ട്. പഠിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, കൊടുക്കണം. ഒന്ന് പറയാമോ? പഠിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, കൊടുക്കണം. അമ്മയപ്പന്മാർ ഇത് കാണാതെ പഠിച്ചു വെച്ചോണം. അമ്മയപ്പന്മാർ മക്കളെ പഠിപ്പിക്കേണ്ട 4 മന്ത്രങ്ങളാണ്: പഠിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, കൊടുക്കണം. അതിലൊന്ന് പഠിക്കണം, മോനെ നന്നായിട്ട് പഠിപ്പിക്കണം. 2 പ്രാർത്ഥിക്കണം. പണ്ട് ഏത് കുഞ്ഞു കിടന്ന് ഉറങ്ങിയാലും മുഖത്ത് വെള്ളം കൊണ്ടൊഴിച്ചിട്ട് അവനെ ഉണർത്തിയിട്ട് അവനെയും കൂടി ഇരുത്തി അമ്മമാർ രാവിലെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇന്നാണെങ്കിലോ 8 മണിക്ക് എണ്ണിക്കത്തില്ല, ഗൂർക്കം വലിച്ചു കിടന്ന് ഉറക്കമാണ്. 3 അധ്വാനിക്കണം, നന്നായി അധ്വാനിക്കണം. 4 കൊടുക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ 4 മന്ത്രം ഏതൊക്കെയാ? പഠിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, കൊടുക്കണം. ഇന്ന് അത് ചുരുങ്ങി 2 പഠിക്കണം, കഴിക്കണം, പഠിക്കണം, കഴിക്കണം. പഠിക്കുന്ന ക്ലാസ് 4, തൂക്കം 60 കിലോ, കണ്ട പന്ത് പോലിരിക്കും. എന്നിട്ട് അച്ഛന്മാരെ കാണും പറയുന്നതാ, എൻ്റെ മോനൊന്നും കഴിക്കുന്നില്ല അച്ഛ. അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് സുഖം പഠിക്കരുത്. ഒരുപാട് സുഖം പഠിച്ചാൽ അസുഖമായി മാറും. ഏറെ സുഖം അസുഖമാണെന്നാ. അതും ഒന്ന് മനസ്സിൽ പറഞ്ഞ്, ഏറെ സുഖം അസുഖമാണ്. ഇന്ന് നമ്മുടെ പലരുടെ രോഗം എന്തെന്നറിയാമോ? ബ്ലഡ് പ്രഷർ അല്ല, ഫുഡ് പ്രഷറാണ്. മനസ്സിലായോ? നമ്മുടെ പലരുടെ രോഗം ബ്ലഡ് പ്രഷർ, BP അല്ല, FP ആ. ഫുഡിൻ്റെ പ്രഷറാണ്. ഒരുപാട് ആഹാരം കഴിച്ചിട്ട് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. പണ്ട് 60, 70, 80 വയസ്സ് കഴിയുമ്പോഴും BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് 106 വയസ്സുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് വരെ ഈ അസുഖങ്ങളൊന്നും, കണ്ണിൻ്റെ കാഴ്ചയും ചെവിയുടെ കുഴപ്പമേ ഉള്ളായിരുന്നു. ചിലർക്കൊക്കെ നമ്മൾ എത്ര നോക്കിയാലും പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങൾ വരും. പക്ഷെ നിങ്ങൾ എന്നോട് വിരോധം തോന്നിയാലും ഞാൻ പറയട്ടെ, 50% പേര് രോഗമുണ്ടാക്കുന്നത് വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ച് ഒരു ജോലിയും ചെയ്യാതാ. സംശയമുണ്ടോ? പല ഭവനത്തിലൂടെ പോയി നോക്ക്, വെറുതെ ഭാര്യയും ഭർത്താവോടെ കൈയും കെട്ടി മുമ്പിരിക്കുന്നതാണ്. എന്തോ കൊടുക്കുക? വണ്ടിക്ക് വില ഇടുവാന്നോ? എന്തോ റോഡിന് വീതി കൂട്ടുവാന്നോ? കർത്താവ് പറഞ്ഞ എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങളെ ഞാൻ
ആശ്വസിപ്പിക്കാം. ഇതാണെങ്കിൽ ഇരുന്ന് കഴിച്ച് ഉള്ള ചിക്കനും മട്ടനും എല്ലാം വാങ്ങി കഴിച്ച് അനങ്ങാൻ വയ്യാതെ ചിലർ ഒരു 50 വയസ്സാകുമ്പോഴത്തെ അനങ്ങാനും വയ്യ, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കുമ്പിടാനും വയ്യ. നിങ്ങൾ 40 കുമ്പിട്ട് നോക്ക്. ഈ ചെറുപ്പക്കാരെങ്കിലും, ഇനി മുതിർന്നവർക്ക് പറ്റത്തില്ല, ചെറുപ്പക്കാരെങ്കിലും നിങ്ങൾ 40 കുമ്പിട്ട് നമസ്കരിച്ച് നോക്ക് വലിയ നോയമ്പിൽ, അല്ലാതെ യാമപ്രാർത്ഥനകൾ കുമ്പിട്ട് നോക്ക്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യില്ല. അങ്ങനെ മടിയോടെ ഇനി ഇപ്പം ചിലരൊക്കെ പള്ളി വന്നാലേ ഒരു അരമണിക്കൂർ പോലും നിൽക്കാൻ വയ്യ, എവിടെങ്കിലും പോയി അങ്ങ് ഇരുന്ന് കളയും കുർബാനയ്ക്ക്. ഇപ്പം തീരെ നടക്കാൻ പറ്റാത്തവർ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ ചിലരൊക്കെ പള്ളി വന്നിട്ട് അങ്ങ് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴേ തീരെ ശക്തിയില്ല. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചോദിക്കും, എവിടെ പോയിച്ച് പോവുക? ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോവുക. ഏതാണ്ടില്ല ശവോടെ കഴിഞ്ഞിട്ട് പോകുന്ന പോലെ. ഇനി പോകുന്ന വഴിക്ക് ഒരു പേപ്പട്ടി ഓടിച്ചു നോക്കട്ടെ, PT ഉഷയേക്കാൾ സ്പീഡിന് ഓടും. അന്നേരം എവിടുന്നാ ശക്തി കിട്ടുന്നത്? ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് അസുഖം എന്ന് പറയുന്നത്, ഇനി കൊച്ചൊരു ഉദാഹരണം കൂടെ പറയാം. ഈ അപ്പന്മാരൊക്കെ സുഖമില്ലാതെ കിടക്കും അല്ലേ? ഈ സുഖമില്ലാതെ കിടക്കുമ്പം നമ്മുടെ മോന് ഒരു ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണു, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണെന്ന് കേട്ട് നിങ്ങളുടെ അസുഖമെല്ലാം മാറത്തില്ലേ? നമ്മൾ ഓടും. അന്നേരം എവിടുന്ന പവർ വന്നത്? പകുതി അസുഖവും നമ്മുടെ അലസതയാണ്. ഒരു സംശയം വേണ്ട, പകുതി അസുഖം വേണ്ട. നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ മുമ്പേ പേപ്പട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മളൊരു കയ്യാലയോടെ ചേർന്ന് നടക്കുക. നമുക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, വടിയുണ്ടെന്നിരിക്കട്ടെ. പക്ഷെ ഈ പേപ്പട്ടി നമ്മളെ കടിക്കാൻ വന്നാൽ നമ്മൾ എങ്ങനെയും കയ്യാലെ കയറിയിരിക്കും, ആ മതിലെ കയറിയിരിക്കും. കാരണം നമുക്ക് ശക്തി കിട്ടും. ഇതാ പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ അലസമായ ജീവിതം നയിക്കരുത്. കുടുംബജീവിതം അലസമായി കഴിയരുത്. എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ആയുസ്സിൽ ഭാര്യ ഭർത്താവായാലും മക്കളായാലും കുഞ്ഞുങ്ങളായാലും ഈ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കാം. 2 തീമോഥെയോസ് 3:12 പീഡനങ്ങൾ സഹിക്കുവാൻ ഒരുങ്ങണം. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2 ഒരുക്കങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? 1 പ്രഭാഷകൻ 2:1 പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം. 2 പീഡനങ്ങൾ സഹിക്കാൻ ഒരുങ്ങണം. 2 തീമോഥെയോസ് 3:12. 3 പ്രത്യാശയിൽ വളരുവാൻ ഒരുങ്ങണം. അതിന് ഞാൻ ബൈബിളിൽ ഒരു 2 വാക്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു വ്യക്തിയുടെ പേര് പറയാം. ഈ അബ്ബേസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ അബ്ബേസിനെ കുറിച്ച്. 1 ദിനവൃത്താന്തം 4-9-10 വാക്യങ്ങളിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ അബ്ബേസ്. ഈ അബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖ സമ്പൂർണൻ എന്ന. ഇവന്റെ അമ്മ ഇവനെ പ്രസവിച്ചത് 13 മണിക്കൂർ എടുത്ത. സാധാരണ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെങ്ങാണ് ഒരു സ്ത്രീ 3 മണിക്കൂർ കൂടുതലെടുത്താൽ ചിലപ്പോൾ അവർ മരിച്ചു തന്നെ പോകും. പക്ഷെ ഈ അബ്ബേസിന്റെ അമ്മ ഇവനെ പ്രസവിക്കാൻ എടുത്ത മണിക്കൂർ 13 മണിക്കൂറാണ്. ആ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വേദനയോടെ പ്രസവിച്ചത് കൊണ്ടാണ് ഈ അബ്ബേസ് എന്ന പേരിട്ടത്. ഇപ്പം 3-ാമതെൻ്റെ ആശയം പ്രത്യാശയിൽ വളരാൻ ഒരുങ്ങണം. ഞാൻ ഈ വാക്യം എടുക്കാൻ കാര്യം, ഈ അബ്ബേസ് ജനിച്ചപ്പം ഈ അബ്ബേസിന്റെ ഷേപ്പ് എല്ലാം മോശമായിരുന്നു. തലയും കൈയും കാലും എല്ലാം വളഞ്ഞു തിരിഞ്ഞായിരുന്നേ. പക്ഷെ ഈ അബ്ബേസ് ദൈവത്തോടെ പ്രത്യാശയിൽ പ്രാർത്ഥിച്ച 4 വരി പ്രാർത്ഥനയുണ്ട്. 1, ദൈവമേ നീ എന്നോടുകൂടെ ഇരിക്കണം. 2, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. എൻ്റെ അതിർ വിസ്താരമാക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവമേ നീ എന്നോടുകൂടെ ഇരുന്ന് എൻ്റെ വ്യസനം നീക്കി, നിന്റെ കൈ എന്നെ സ്പർശിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കി എന്നെ അനുഗ്രഹിക്കണം. അബ്ബേസിൻ്റെ 4 വരി പ്രാർത്ഥനയാണ്. നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എൻ്റെ അതിർ വിസ്താരമാക്കി, എൻ്റെ വ്യസനം നീക്കി എന്നെ അനുഗ്രഹിക്കണം. ഇതാണ് പ്രത്യാശയുടെ 4 വരി പ്രാർത്ഥന. അത് നിങ്ങൾ കാണാതൊന്ന് പഠിച്ചാൽ കൊള്ളാം. നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എൻ്റെ അതിർ വിസ്താരമാക്കി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ വ്യസനം നീക്കണം. ഇതെങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ അബ്ബേസ് ജനിച്ചപ്പോൾ ഇത്രയും ഷേപ്പ് വ്യത്യാസമുള്ള ഈ അബ്ബേസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാണ്. പ്രിയമുള്ളവർ, ഇവിടെ ഇരിക്കുന്ന പലരും എത്ര പ്രാർത്ഥിച്ചിട്ട് അവരുടെ നിരാശ മാറത്തില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ പ്രാർത്ഥിക്കുമ്പോൾ നിരാശ വന്നാൽ ആ പ്രാർത്ഥന ഫലിക്കത്തില്ല. എൻ്റെ ദൈവം കേൾക്കും, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കും, എൻ്റെ ദൈവം എന്നെ കരുതും.
യബ്ബേസിനെ ദൈവം വളർത്തിയെങ്കിൽ, ഇനി യബ്ബേസിന്റെ കാര്യം വിട്. നമ്മുടെ അയൽപക്കത്ത് തന്നെ ചില വീടുകൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ധരിച്ചും ആ വീടങ്ങ് നശിച്ചു പോകും. ചുമ്മാതാ. ഇന്നും നിങ്ങളുടെ ഡയറി ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന വൻകൃപയിലെന്നെ ഇന്നയോളം വച്ച ദൃഷ്ടി എൻ്റെ മേൽ വച്ചിഷ്ടമായി നോക്കുന്ന, ഇന്ന് വരെ തമ്പുരാൻ നടത്തിയ ആ ദൈവകൃപയെ ഓർത്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ള നല്ല പ്രത്യാശ എനിക്കോ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരും. ഇതിനോട് ചേർന്ന് ഞാൻ ചർച്ച്, നമ്മുടെ സഭ എന്ന വാക്ക് ഇംഗ്ലീഷിൽ വരുമ്പം ചർച്ച് എന്ന വേട, അതിൻ്റെ ഫുൾ ഫോം നമ്മളൊന്ന് പഠിക്കാം. ചർച്ച്, അതിൻ്റെ ഓരോ അക്ഷരങ്ങളൂടെ ഒന്ന് പറയുമ്പം ഈ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഒരു നല്ല അനുഭവം നിങ്ങൾക്ക് കിട്ടും. സി ഫോർ ക്രൈസ്റ്റ്. ചർച്ച് എന്ന ആ അക്ഷരങ്ങളുടെ ഓരോ അക്ഷരവും ഒന്ന് പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് മനസ്സിലാവും. സി ഫോർ ക്രൈസ്റ്റ്. യേശുവിൽ കേന്ദ്രീകൃതമായ പ്രത്യാശയോടെ നമ്മൾ വളരണം. 2, എച്ച് ഫോർ ഹോളിനെസ്. വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ആ ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ, കാരണം വിശുദ്ധി ഇല്ലാതെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. 3, യു ഫോർ യൂണിറ്റി അല്ലെങ്കിൽ യുണീക്ക്നെസ്. ഇപ്പം നമ്മുടെ ദേവാലയത്തിനായാലും നമ്മുടെ കുടുംബത്തിനായാലും നമ്മുടെ സഭയ്ക്കാണെങ്കിലും ഒരൈക്യം നമുക്ക് വേണം. മറന്നുപോകല്ലേ. സി ഫോർ ക്രൈസ്റ്റ്, എച്ച് ഫോർ ഹോളിനെസ്, യു ഫോർ യുണീക്ക്നെസ്. ഇനി ആർ ഫോർ റിഡംഷൻ, നിത്യരക്ഷ. അതായത് ഒരിക്കലും എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഉള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടി മാത്രമേ നമ്മുടെ സഭ നിലനിൽക്കുന്നുള്ളൂ. എനിക്കൊരു ലോകമില്ല, നിനക്കൊരു ലോകമില്ല, നമുക്കൊരു ലോകമുണ്ടെന്ന. ഇനി അടുത്തത് സി ഫോർ ചാരിറ്റി. അടുത്തത് എച്ച് ഫോർ ഹോപ്പ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചർച്ച് എന്ന 6 അക്ഷരങ്ങളിൽ പോലും യേശുവിൽ കേന്ദ്രീകൃതമായി സി ഫോർ ക്രൈസ്റ്റ്, എച്ച് ഫോർ ഹോളിനെസ്, ആ വിശുദ്ധിയോടുകൂടി ജീവിച്ച്, യു ഫോർ യുണീക്ക്നെസ്, ഐക്യത്തോടുകൂടി വളർന്ന്, ആർ ഫോർ റിഡംഷൻ, ലോകത്തിന്റെ മുഴുവൻ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, സി ഫോർ ചാരിറ്റി, ലോകത്തെ എല്ലാവരോടും കരുണ കാണിക്കുന്ന, മറ്റുള്ളവനെ സഹായിക്കുന്ന ആ അനുഭവത്തിൽ ജീവിക്കുമ്പം എച്ച് ഫോർ ഹോപ്പ്. ദൈവിക പ്രത്യാശയെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കെന്തോന്നറിയാമോ? നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നീ എന്നോടുകൂടെ പറുദീസയിൽ. പ്രിയമുള്ളവരെ, എനിക്കിപ്പം 42 വയസ്സ് കഴിഞ്ഞു. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, കർത്താവേ, പെട്ടെന്നൊന്ന് മരിച്ചു പോയാൽ, എനിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താ? അങ്ങനൊരു ചിന്തയേ പാടില്ല. ഏത് പ്രായത്തിൽ മരിച്ചാലും പേടിക്കരുത്. കാരണം എന്താ? കർത്താവേ, നിൻ രക്തശരീരങ്ങൾ ഭക്ഷിച്ച് ഭക്തരായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ. 4 പെൺകുട്ടികളുള്ള ഒരു ഭവനം, ഭാര്യ ഭർത്താക്കന്മാരും ആക്സിഡന്റിൽ മരിച്ചു. മൂവാറ്റുപുഴയ്ക്ക് അടുത്ത. എല്ലാവരും ധരിച്ചു ആ കുടുംബം നശിച്ചു പോകുന്നു. ഇല്ല, അമ്മയപ്പന്മാർ നേരത്തെ ആക്സിഡന്റിൽ മരിച്ചിട്ടും ആ 4 പെൺകുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അവർ ആത്മീയതയെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും കുഴപ്പം, എത്ര പള്ളി വന്നാലും, എത്ര വേദോത്സവം വായിച്ചാലും, എത്ര ദൈവത്തെ വിളിച്ചാലും ഒത്തിരി ആകുലതകളാണ്. അങ്ങനെ വേണ്ട. കാരണം എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഭൂമിയിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ദൈവം മുമ്പാകെ ജീവിക്കുന്ന അവസരത്തിൽ ഈ ഒരു പ്രത്യാശ നമുക്ക് വരണം. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എൻ്റെ അതിർ വിസ്താരമാക്കി, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കാൻ യബ്ബേസ് പ്രാർത്ഥിച്ചപ്പം 10ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യബ്ബേസിനെ ദൈവം തൻ്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചെന്ന്. യബ്ബേസിനെ ദൈവം തൻ്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചു. ഇനി നമുക്ക് ദൈവം പ്രത്യാശയുടെ വളർച്ച തരണമെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും അസൂയപ്പെടരുത്. നിങ്ങൾ 1 മിനിറ്റ് ധ്യാനിച്ചിട്ട് ഞാൻ പറയുന്ന 3 കാര്യം ഓർത്തോണം. നമ്മുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ 3 പാപങ്ങൾ ഒരിക്കലും ചെയ്യരുത്. 1, അഹങ്കാരം.
2, വേറൊരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടരുത്. 3, തെറ്റ് ചെയ്താൽ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ഞാൻ പറഞ്ഞത് മറക്കല്ലേ. 1, അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ പ്രത്യാശ വരില്ല, ദൈവം കരുതത്തില്ല. 2, വേറൊരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടരുത്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു അപ്പച്ചൻ പ്രസംഗിക്കുമ്പോൾ പറയും, നമ്മുടെ അയൽപക്കത്ത് ഒരാൾ നന്നായി കടന്നാൽ നമ്മളോട് കടം ചോദിക്കത്തില്ലെന്ന്. മനസ്സിലായോ? നമ്മുടെ അയൽപക്കത്ത് ഒരാൾ നന്നായി കടന്നാൽ നമ്മളോട് കടം ചോദിക്കത്തില്ല. ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വേറൊരാൾ ഉയർച്ചയിൽ അസൂയപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. എന്തിനാ അസൂയപ്പെടുന്നേ? അങ്ങനെ അസൂയപ്പെട്ടാൽ യെശയ്യാ 1:15 പറയും, വാക്യം മറക്കരുത്. യെശയ്യാ 1:15, നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും, നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും. നിന്റെ കൈ അശുദ്ധമാണ്, നിന്റെ മനസ്സ് മലിനമാണ്. അതുകൊണ്ട് ഈ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന തടയുന്നതിൻ്റെ മെയിൻ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ അസൂയ. ഇപ്പം തന്നെ മാതാപിതാക്കൾക്ക് സ്വന്തം കൊച്ചിന് മാർക്ക് കുറഞ്ഞതല്ല വിഷമം, അയൽപക്കത്തെ കൊച്ചിന് മാർക്ക് കൂടിയതാണ് വിഷമം. മനസ്സിലായോ? സ്വന്തം കൊച്ചിന്റെ മാർക്ക് കുറഞ്ഞതല്ല വിഷമം, അയൽപക്കത്തെ കുഞ്ഞിന്റെ മാർക്ക് കൂടിയതാണ് വിഷമം. പ്രിയമുള്ളവർ, എന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെട്ടാൽ പോയി. അത് ഈ കുർബാനക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുമ്പസാരിക്കാൻ വരുമ്പം ഇതിന്റെ അവസാന പേജൊന്ന് വായിച്ചു നോക്കണം. നമ്മളെ നശിപ്പിക്കുന്ന മരണകരമായ 3 പാപങ്ങൾ: 1, അഹങ്കാരം; 2, അന്യന്റെ ഉയർച്ചയിലുള്ള അസൂയ; 3, എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യത്തോടെ വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പം തന്നെ ഈ പലരും ഹൂസോയ കൊള്ളും. എങ്ങനെ ഹൂസോയ കൊള്ളുന്നേ? അത് വെറുതെ വന്ന് വേറെ വല്ലവരും കൊള്ളുന്ന, അങ്ങനെ കൊള്ളണ്ട. ഇപ്പം ന്യൂ ഇയർ ആയി. ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചിട്ടേ കുർബാന കൊള്ളാവൂ. അത് വീണ്ടും വീണ്ടും പഴയ വഴിക്ക് പോകാനൊന്നും കുർബാന കൊള്ളരുത്. തീരുമാനമെടുത്താൽ എടുത്തതായി ഇനി മേലാൽ ഇല്ല, ഇനി മേലാൽ അരുത്, പോകരുത്, നിൽക്കരുത്, നടക്കരുത്. അപ്രകാരമുള്ള ഒരു ആത്മീയ അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രത്യാശ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ 3 ഒരുക്കങ്ങളാണ്. എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വരിക. 2014 നമ്മളെ വിട്ടുപോകുന്നു. 2015 കടന്നു വരുമ്പം ഈ ശബ്ദം കേൾക്കുന്ന എനിക്ക് തോന്നുന്നു മറ്റ് മതസ്ഥർ വരെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 ഒരുക്കങ്ങളുമായി ഇറങ്ങണം. 1, പ്രഭാഷകൻ 2:1, പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങണം. 2-ാമത്തെ ഒരുക്കം 2 തിമോത്തിയോസ് 3:12, പീഡനങ്ങൾ സഹിക്കുവാൻ ഒരുങ്ങണം. 3, 1 ദിനവൃത്താന്തം 4:9-10, പ്രത്യാശയിൽ വളരുവാൻ ഒരുങ്ങണം. ഈ 4 ഒരുക്കത്തിലൂടെ ജീവിക്കുമ്പം നമുക്ക് പുതിയ വർഷം, ഇത് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിലൂടെ പറഞ്ഞ, കേൾക്കാത്തവർക്ക് വേണ്ടി പറയുക, ഒരു 4 വരി പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയവർ എഴുതരുത്, അല്ലാത്തവരൊന്ന് ഓർത്തിരുതോണം. എല്ലാ ദിവസവും നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലണം. എൻ്റെ കൂടെ ചൊല്ലുക. ദൈവമേ, ഇപ്പം തലയൊന്നും കുനിക്കണ്ട, കേട്ടിരുന്നാൽ മതി. ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ചൊല്ലിയേ. ദൈവമേ, നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവമേ, എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. അത് കുറിക്കാത്തവർ കുറിച്ചു വെച്ചോ. നിങ്ങൾ പറ്റുന്ന ദിവസം എത്ര ടെൻഷൻ വരുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ഓർത്തിരുന്നോ? ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമേ, നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവമേ, എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവമേ, നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമേ, നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. ദൈവമേ, എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. പ്രകാശിതരായി ഞങ്ങൾ നിൻമുഖദർശനത്തിൽ, നാഥ നിന്നരികിൽ ഞങ്ങൾ ലജ്ജിതരാകയില്ല. പ്രകാശിതരായി ഞങ്ങൾ നിൻമുഖദർശനത്തിൽ, നാഥ നിന്നരികിൽ ഞങ്ങൾ ലജ്ജിതരാകയില്ല. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും.
ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ശാന്തമായി കേട്ടിരുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.